എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ മുരിക്കുമ്പറ്റ ഭാഗത്താട്ടോ. ഇതുണ്ടോ, നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ല ഒതുക്കുള്ളൊരു വീടാണ്. 5.5 സെൻറ്റ് സ്ഥലം, 780 സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ. 3 ബെഡ്റൂം ഉണ്ട് ഇതിൽ. കൂടാതെ നല്ല കായ്ഫലം കിട്ടുന്ന 3 തെങ്ങുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലാട്ടോ ഇതിൻ്റെ മുൻഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വെള്ള സൗകര്യത്തിന് നല്ലൊരു ഓപ്പൺ കിണറുണ്ട്, വറ്റാത്തത്. പിന്നെ ജലനിധിയുടെ കണക്ഷനുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ പുറകുവശം കേട്ടോ. അതാ വിറകടുപ്പ് കത്തിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് 5.5 സെൻറ്റ് ആധാരത്തിലുള്ളൂ. ഒരു 7 സെൻറ്റോളം ഇത് സ്ഥലമുണ്ട് കേട്ടോ, അധികമുണ്ട്. പിന്നെ ഇതാണ്ടോ, വറ്റാത്തൊരു കിണറാണ്, ഓപ്പൺ കിണർ. നല്ല ശുദ്ധിയുള്ള വെള്ളമാണ്. അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. ചെറിയ വിലക്ക് 3 ബെഡ്റൂമുള്ളൊരു നല്ലൊരു വീടാട്ടോ അത്. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് വരാം. ഇതാണ്ടോ, നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്. മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇതാ മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു ഹാള്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഒന്നും ഇനി ചെയ്യാനില്ല. അതുപോലെ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. പഴയ വീടാണെങ്കിലും പുതിയ വീടിൻ്റെ ഫിനിഷിങ് ആണ്ടില്ല. നിലവും അതിൻ്റെ ചുമരും ഒന്നും വൃത്തികേടായിട്ടൊന്നുമില്ല. നല്ല ഫിനിഷിങ്ങിലാണ് ഇത്. ഇതിൻ്റെ ഉപയോഗം നല്ല വൃത്തിയിലാണ്. അതുകൊണ്ടാണ് ഇത്ര ഫിനിഷിങ് കാണാൻ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമ്മൾ ഹാള് കടന്ന് വലത് ഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം ഡബിൾ കോട്ടൊക്കെ ഇട്ടാലും സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന വീടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇവിടെ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. മുരിക്കുമ്പറ്റ സെൻറ്റർ ഇവിടെ അടുത്താണ്. LP UP ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. 3 ബെഡ്റൂമുണ്ട്. 3ഉം അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത്. മെയിൻ റോഡിലേക്ക് വലിയ ദൂരമല്ല. നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു വീട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. അതും പഴയ മറ്റുള്ള ബെഡ്റൂം പോലെ അതേ വലിപ്പത്തിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം. അത് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും ഹാളിലേക്ക് എത്തി. അവിടുന്ന് ഇതാ ഇടത് ഭാഗം, ഇത് ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇതാ താഴെ അത് വേറൊരു തരം ടൈൽസ് കേട്ടോ. അടുക്കള ഉണ്ടല്ലേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ള നല്ലൊരു അടുക്കള. എന്നാൽ അത്യാവശ്യം സ്ഥലമുണ്ട്. ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ കൊണ്ട് നടപ്പ്. അത് പ്രത്യേകം വീണ്ടും ഞാൻ പറയണമെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതാണ് ഈ വീട്ടിലുള്ള കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം കേട്ടോ. വാഷ് ബേസിനൊരു സൈഡ് ഇവിടെ കണ്ടില്ലേ, ബാത്റൂം കണ്ടോ, നല്ല വൃത്തിയുണ്ട്. അതിൽ 2 തരം ക്ലോസറ്റ് ഉണ്ട്. സാധാ ക്ലോസറ്റും ഉണ്ട്, ഒരു യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. അവിടുന്ന് ഇതാ ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച. വിറകടുപ്പ് ഒക്കെ അവിടെയാണ്, കിണറും കാര്യങ്ങളൊക്കെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഇതൊരു ചെറിയ തരത്തിൽ ചെറിയ വിലയുടെ വീടാണ്. അതുകൊണ്ട് വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ആരെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. വെറും 22 ലക്ഷം രൂപയാണ് ഈ വീട് സ്ഥലവും വില പറയുന്നത് കേട്ടോ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ കുറവ് ചെയ്ത് കിട്ടും. ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക. എല്ലാവർക്കും നന്ദി.